എല്ലാ റംസാനൊക്കെ നല്ല ക്ഷീണം ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ വർഷം അങ്ങനെ ഒരു ക്ഷീണം അനുഭവപ്പെട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും നോമ്പില്ലേന്ന്, അങ്ങനെയുള്ള കമൻറ്റുകൾ തന്നെ നിരോധിച്ചിരിക്കണു. പിന്നെ നോമ്പൊക്കെ ഉണ്ട്. ഈ വർഷേ ഞാൻ അത്താഴം കഴിക്കുന്നത് ചെറിയ ഒന്ന് മാറ്റി പിടിച്ചു. സാധാരണ അത്താഴം കഴിക്കാറ് പിന്നെ നോമ്പ് തുറക്കുമ്പോഴുള്ള ചായൻ്റെ കടികളോ അല്ലെങ്കിൽ ചോറും മറ്റൊക്കെയാണ്. അപ്പോൾ ഈ അത്താഴം കഴിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ടാസ്ക്കാണ്. ആ സമയത്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ. എന്നാൽ ഈ വർഷേ ഞാൻ ചോറന്നെ കഴിച്ചിട്ടില്ല. നോമ്പ് 13 ഇപ്പോഴും ചോറ് കഴിച്ചിട്ടില്ല. ഞാൻ കഴിക്കാറുള്ളതേ 3 കഷ്ണം പഴം, 2 കോഴിമുട്ട, ഒരു 3-4 ഈത്തപ്പഴം. ഇത് കഴിച്ചാൽ ഉള്ള എനർജി എന്താണെന്നുള്ളതേ നിങ്ങൾ കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഭയങ്കര എനർജിയാണ്. നോമ്പ് തുറക്കുന്നത് വരെ ഭയങ്കര എനർജി ആയിട്ട് ഒരു ദാഹമോ ക്ഷീണമോ ഒരു തലവേദന അല്ലെങ്കിൽ വൊമിറ്റിങ് വരില്ലോ അങ്ങനെ ഒരു അനുഭവവും ഇല്ല. ഭയങ്കര എനർജിക്കായിട്ട് ഭയങ്കര ആവേശമായിട്ട്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് 5 മണിക്കാണ്. എൻ്റെ ആവേശം കണ്ടില്ലേ? അപ്പോൾ ഭയങ്കര എനർജിക്കാണ്. അപ്പോൾ ആ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കണം. അപ്പോൾ നിങ്ങൾ കഴിച്ചവരുണ്ടെങ്കിൽ നിങ്ങളെ അനുഭവം ഒന്ന് പങ്കുവെക്കുക കേട്ടോ. അതുപോലെ തന്നെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ അത്താഴത്തിന് ഏറ്റവും നല്ലൊരു ഫുഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ സ്ഥിരം ഞാൻ അതാ കഴിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കഴിച്ചോ കേട്ടോ. അത്താഴത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കഴിക്കാൻ പറ്റിയൊരു സാധനമാണ്. പിന്നെ നീന്ത്രപ്പഴത്തിൻ്റെ ഗുണം ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കോഴിമുട്ടയുടെ ഗുണം പറയേണ്ട ആവശ്യമില്ല. ഈത്തപ്പഴത്തിൻ്റെ ഗുണം തീരെ പറയേണ്ട ആവശ്യമില്ല. ഖുർആനിലടക്കം പരാമർശിച്ചിട്ടുള്ള ഒരു പഴമാണ് ഈത്തപ്പഴം. ഏത്തപ്പഴം നമുക്ക് ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ഉച്ചവരെ നിൽക്കാനുള്ള ഊർജ്ജം, വളരെയധികം പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ് ഏത്തപ്പഴം. കൂടാതെ മിനറൽസും വൈറ്റമിൻസും കാർബോഹൈഡ്രേറ്റും ഹെൽത്തി വിത്ത് കാർബോഹൈഡ്രേറ്റ്സ് വിത്ത് ഫൈബറും അടങ്ങിയിട്ടുണ്ട്. പിന്നെ മുട്ടയിൽ പറയുകയാണെങ്കിൽ നല്ല പ്രോട്ടീൻസും സ്റ്റാറ്ററേറ്റ് ഫാറ്റും അടങ്ങിയിട്ടുണ്ട്. ഈ കോമ്പിനേഷൻ ശരീരത്തിന് വളരെ ആരോഗ്യകരമാണ്. അപ്പോൾ ഡെയിലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഈ 3 പാടം ഒരുമിച്ച് കഴിച്ചിട്ട് നിങ്ങളൊന്ന് നോമ്പെടുത്ത് നോക്കിട്ടോ. ഭയങ്കര എനർജിയാണ്, ഭയങ്കര സുഖമാണ്. ഭയങ്കര ഈ ചോറ് കഴിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല, ഷുഗർ ഉള്ളവർ, അതിൽ വയറ് ചാടുന്നവർ, അവർക്കൊക്കെ സുഖമാണ്. ഭയങ്കര എനർജിയാണ്.